ജോജോൻ്റെ സീൻസ് നല്ലതായിരുന്നു, ഓവറോൾ നല്ലതായിരുന്നു. ഒരു എന്താ ഒരു കുറച്ച് ക്ലൈമാക്സിൽ ഒരു സസ്പെൻസ് ഒക്കെ ഉള്ള മൂവിയായിരുന്നു. ഫാമിലിക്ക് ഇഷ്ടപ്പെടുന്നു. ഒരു നല്ലൊരു പടമാണ്. കാരണം ആരോ എന്നൊരു പേരിൽ വേറൊരു ടൈപ്പ് ഓണല്ലേ, വേറൊരു ടൈപ്പ് ഒരു പടം. പ്രത്യേകിച്ച് ഇതിനകത്ത് കരീം സാർ ഒത്തിരി പേർക്ക് എന്താ നല്ല നല്ല വേഷങ്ങൾ കൊടുത്തിട്ടുണ്ട്. ഒത്തിരി ആർട്ടിസ്റ്റുകൾ പുതിയ നമ്മൾ കാണാത്ത കുറേ പേര് വന്നിട്ടുണ്ട്. പ്രത്യേകിച്ച് എൻ്റെ ഏറ്റവും അടുത്ത കൂട്ടുകാരൻ അജീഷ് കോട്ടയം എന്ന് പറയുന്ന കലാകാരൻ നല്ല ഗംഭീരമായിട്ട് ആ കുടിയൻ്റെ വേഷം നന്നായിട്ട് ചെയ്തിട്ടുണ്ട്. നല്ലൊരു പാട്ടും കാര്യങ്ങളും. പിന്നെ കോമഡി സീക്വൻസുള്ള നവാസിക്കയുടെ ആ സ്ഥിരം കുറേ സാധനങ്ങളൊക്കെ നല്ല രസമായിട്ട് തന്നെ വന്നിട്ടുണ്ട്. കിച്ചേട്ടനാണെങ്കിലും ജോയിച്ചേട്ടനാണെങ്കിലും പടം നല്ലതാണ്. ഫാമിലിയായിട്ട് വന്ന് കാണുക. കാരണം നല്ലൊരു മൂവിയാണ്, കുഴപ്പമില്ലാത്ത നല്ലൊരു മൂവിയാണ്. ആരോ എല്ലാവരും തിയേറ്ററിൽ വന്ന് കാണും. ഹലോ, ഇപ്പോൾ പടം കഴിഞ്ഞ് ഇറങ്ങിയിട്ടേ ഉള്ളൂ. ഞാൻ പ്രതീക്ഷിച്ചതിനേക്കാളും എന്തായാലും അടിപൊളി സിനിമയാണ്. ജോജു പോലീസ് സ്റ്റേഷനിൽ ഒരു രക്ഷയില്ല കേട്ടോ, പറയേ വേണ്ട. നിങ്ങളെല്ലാവരും വന്ന് കാണാൻ തന്നെ പറയുള്ളൂ. ഫസ്റ്റ് കയറിയപ്പോൾ എനിക്ക് വലിയ പ്രതീക്ഷ ഒന്നും ഉണ്ടായിരുന്നില്ല, എന്നാൽ കണ്ടിറങ്ങിയപ്പോൾ ഒത്തിരി സാറ്റിസ്ഫൈഡ് ആണ്. നിങ്ങൾ ഫാമിലിയായിട്ട് വന്ന് കാണാൻ നല്ല മൂവിയാണ്. പടം കണ്ടിറങ്ങി. നേരത്തെ എല്ലാവരും പറയുന്ന പോലെ നമ്മുടെ സിനിമയെക്കുറിച്ച് നമ്മൾ സംസാരിക്കുക എന്നുള്ളതിനേക്കാൾ കണ്ടിട്ട് പ്രേക്ഷകർ തന്നെ വിലയിരുത്തുകയാണ് അതിൻ്റെ ഒരു കറക്റ്റായിട്ടുള്ള കാര്യം. പടം ഈ പറഞ്ഞ മാതിരി വർക്കൗട്ടായിട്ടുണ്ട്. ഞാൻ ജിമ്മി എന്നുള്ള ക്യാരക്ടറാണ് ചെയ്യുന്നത്. ഇപ്പോൾ ഈ മീഡിയ നിങ്ങൾ കണ്ടതല്ലേ പടം? അതെ. അപ്പം ഈ പറഞ്ഞ പോലെ എല്ലാവരും വന്ന് കാണും. ഞാൻ എടപ്പള്ളി വനിതാ മിനിതയാണ് ഇപ്പോൾ ഉള്ളത്. തീർച്ചയായിട്ടും സപ്പോർട്ട് ചെയ്യുക, കാണുക. പടം ഇപ്പോൾ കഴിഞ്ഞിറങ്ങിയിട്ടുള്ളൂ. പടം കൊള്ളാം, രസമായിട്ടുണ്ട് എന്നാണ് എൻ്റെ വിശ്വാസം. കണ്ടവരും നല്ല അഭിപ്രായമൊക്കെ പറയുന്നുണ്ട്. അപ്പോൾ എല്ലാവരും പടം തിയേറ്ററിലൊന്ന് കാണുക. നമ്മുടെ കൊച്ചു പടമാണ്, പക്ഷെങ്കിലും അത്യാവശ്യം തിയേറ്ററുകളൊക്കെ നമുക്കുണ്ട്. ഇന്ന് തന്നെ വേൾഡ് വൈഡ് റിലീസാണ് പടം. രസമായിട്ട് നമ്മൾ ഉദ്ദേശിച്ച പോലെ മേക്കിംഗ് പരിപാടിയൊക്കെ വന്നിട്ടുണ്ട്, കാണാം. നല്ല സിനിമ. ഇതിലൊരു വേഷം ചെയ്തിട്ടുണ്ട്. എൻ്റെ പേര് അമ്പിളി എന്നാണ്, കുറച്ച് പേർക്കൊക്കെ അറിയാം. നമ്മളിത് 4 വർഷം കഴിഞ്ഞിട്ട് റിലീസ് ചെയ്താലും ഒരിക്കലും പ്രതീക്ഷിക്കാത്ത തരത്തിലൊരു ക്ലൈമാക്സ് ഒക്കെ കണ്ടപ്പോൾ ഞെട്ടിപ്പോയി ശരിക്കും. തൃശ്ശൂർക്കാരിലെ ചുറ്റിപ്പറ്റിയിട്ടുള്ള ഒരു കഥയാണ്. അവിടുത്തെ തേക്കിൻകാട് മൈതാനിയും അങ്ങനെയൊക്കെയുള്ള കാര്യങ്ങളൊക്കെയാണ്. പക്ഷേ പടം കയറി ഇൻ്റർവ്യൂവിന് ശേഷം വന്നപ്പോൾ ഒരിക്കലും പ്രതീക്ഷിക്കാത്ത ഒരു ക്ലൈമാക്സ് ഒക്കെ വന്നു. സത്യം പറഞ്ഞാൽ ഞെട്ടിയിരിക്കുകയാണ്. എല്ലാവരും നഷ്ടപ്പെടുത്തരുത്, എല്ലാവരും തിയേറ്ററിൽ തന്നെ പോയിട്ട് കാണണം. പക്കാ ത്രില്ലർ എന്ന് പറയാൻ പറ്റില്ല, എല്ലാം മിക്സാണ്. അതെ, ഫാമിലി ഓഡിയൻസിന് എല്ലാവർക്കും കാണാൻ പറ്റിയൊരു സിനിമയാണ്. എല്ലാം ഉണ്ട്, ത്രില്ലുമാണ്, ഫാമിലിയുമാണ്, എല്ലാം എൻ്റർടൈനറാണ്. പടം കൊള്ളായിരുന്നു, നല്ല മൂവിയായിരുന്നു. എനിക്ക് ഏറ്റവും കൂടുതൽ ഇഷ്ടമായത് ക്ലൈമാക്സ് ആണ്. നമ്മൾ പ്രതീക്ഷിക്കാത്തൊരു സംഭവമായിരുന്നു ക്ലൈമാക്സ്. എന്തായാലും അടിപൊളിയായിട്ടുണ്ട്. എന്താ പറയുക, എല്ലാവരും സപ്പോർട്ട് ചെയ്യുക. തൃശ്ശൂർ ബേസ്ഡ് ഒരുപാട് സിനിമകൾ ഇറങ്ങിയിട്ടുണ്ട്. അത് നമ്മുടെ മമ്മൂക്ക അഭിനയിച്ച പടം, ജയസൂര്യ അഭിനയിച്ച പടം, ഇങ്ങനെയുള്ള ഒരുപാട് പടങ്ങൾ വന്നിട്ടുണ്ട്. പിന്നെ അതുകൂടാതെ സാധാരണ ആൾക്കാരൊക്കെ വെച്ചുകൊണ്ടുള്ള പടങ്ങൾ ഒരുപാട് വന്നിട്ടുണ്ട്. തൃശ്ശൂരിൻ്റെ ഒരു പ്രത്യേകത എന്താ വെച്ച് കഴിഞ്ഞാൽ വൈകുന്നേരങ്ങളിൽ തൃശ്ശൂർ റൗണ്ടിൽ ഒരുപാട് ആൾക്കാർ 56ഉം 28ഉം കളിക്കും. അതാണ് അതിനകത്ത് പ്രത്യേകത. അത് വളരെ ആവേശപൂർവ്വം കളിക്കുന്ന ഒരു കളിയാണ്. ഞാൻ തൃശ്ശൂർ 2 വർഷം താമസിച്ചിട്ടുണ്ട്, എനിക്കറിയാം. അപ്പോൾ അതിന് പോലീസൊന്നും ഡിസ്റ്റർബ് ചെയ്യാറില്ല. ഒരു ഫാമിലി, ഒരുപാട് ആൾക്കാർ, നല്ല വാശിയേറിയ കളിയാണ്. അങ്ങനെ ഒരു കളിക്ക് ദിസാക്ഷിമൊക്കെ വഹിച്ചിട്ടുള്ള ഒരാളാണ് ഞാൻ. പക്ഷേ തൃശ്ശൂർ ബേസ്ഡ് ഒരു ക്രൈം സ്റ്റോറി, ഈ സിനിമയാണ് ക്രൈം സ്റ്റോറി ആയിട്ട് വന്നേക്കുന്ന ഒരു സിനിമയാണ്. ഇത് ഫസ്റ്റ് ഹാഫ് ഒരുപാട് പുതുമുഖങ്ങൾക്കൊക്കെ അവസരം കൊടുത്തിട്ടുണ്ട്. ചെറിയ പിള്ളേരൊക്കെ വന്നിട്ടുണ്ട്. അവരെല്ലാം നല്ല രീതിയിൽ പ്രകടനം കാഴ്ച വച്ചിട്ടുണ്ട്. അതാണ് സംഭവിക്കുന്നത്. സെക്കൻഡ് ഹാഫിലേക്ക് വരുമ്പോൾ കഥയുടെ സ്റ്റൈൽ മാറുകയാണ്. കഥ വേറൊരു തലത്തിലേക്ക് പോയി. ഒരു അന്വേഷണം, ഒരു മർഡർ അന്വേഷണം, ഇതിനെ ചുറ്റിപ്പറ്റി കഥ പോവുകയാണ്. അതിനടുത്തടുത്ത് ജോജു ജോർജ് എന്നുള്ള കഥാപാത്രത്തിന് അത്ര വെച്ച കാര്യമായിട്ടൊന്നും ചെയ്യാനില്ലെങ്കിൽ പോലും മറ്റുള്ള പല കഥാപാത്രങ്ങളും നല്ല രീതിയിൽ പെർഫോം ചെയ്തിട്ടുണ്ട്. ജോജു ജോർജ് ഒരുപാട് വർഷങ്ങൾക്ക് മുമ്പ് ചെയ്തേക്കുന്ന പടമാണ്. അപ്പോൾ ഇപ്പോഴത്തെ ജോജു ജോർജ് റേഞ്ചിലല്ല ഈ പടം പോകുന്നത്. പിന്നെ ഹാരിഷ് ബേഗൻ എന്ന നടൻ നന്നായിട്ട് അഭിനയിച്ചിട്ടുണ്ട്. എൻ്റെ സുഹൃത്താണ്, ഞങ്ങൾ ഒന്നിച്ച് അഭിനയിച്ചിട്ടുണ്ട്. കുറേ കഥാപാത്രങ്ങളൊക്കെ എടുത്ത് പറയാം, നല്ല രീതിയിൽ പെർഫോം ചെയ്തിട്ടുണ്ട്. ഒരു ത്രില്ലർ പടമാണ്, ഒരു സസ്പെൻസ് ത്രില്ലറാണ്. അതിൻ്റെ ക്ലൈമാക്സ് എല്ലാം നന്നായിട്ടുണ്ട്. നമ്മളെല്ലാം ജനാധിപത്യമായിട്ടുള്ളൊരു രാജ്യത്താണ് ജീവിക്കുന്നത്. ഒരാളോട് ഒരു പ്രശ്നമുണ്ടായി അത് നമുക്കിപ്പോൾ പബ്ലിക്കലി സംസാരിക്കാനായിട്ട് ആരെയും പേടിക്കേണ്ട ആവശ്യമില്ല. നമ്മളങ്ങനെ ഒരു രാജ്യത്താണ് ജീവിക്കുന്നത്. വൈകിപ്പോയത് ഇല്ല, നമ്മൾ ഓറലി കംപ്ലൈൻറ്റഡ് ആണല്ലോ. നമ്മൾ ഡയറക്റ്റ്ലി നമ്മൾ റിട്ടേൺ എഴുതിയില്ലെങ്കിലും ഓറലി കംപ്ലൈൻറ്റഡ് ആണ്. സോ അത് അന്ന് ഞാൻ ഓൾറെഡി ഓറലി കംപ്ലൈൻറ്റ് പറഞ്ഞിട്ടുള്ള ഒരാളാണ്. സോ അത് എന്താ പറയുക, അന്ന് റിട്ടേൺ ആയിട്ട് എഴുതി കൊടുത്തില്ല
വിഷയത്തിലേക്ക് ഞാൻ അധികം പോവില്ല. ഞാൻ ആദ്യമേ തന്നെ ബൈറ്റ് വന്നപ്പോൾ ഞാൻ പറഞ്ഞു, വിഷയം നമ്മൾ ഓൾറെഡി ചർച്ച ചെയ്ത് ഒരുപാട് നിൽക്കുന്ന ഒരു കാര്യമാണ്. ആ ഒരു വിഷയത്തിലേക്ക് അധികം പോകണ്ട. അതിനകത്തൊന്നും വ്യത്യാസമില്ല, കണ്ടന്റിൽ നിന്നോ അല്ലെങ്കിൽ ആ സ്റ്റാൻഡിൽ നിന്നോ യാതൊരു വ്യത്യാസമില്ല. ജോയിച്ചേൻ്റെ കൂടെ ജോയിച്ചേട്ടൻ നേരത്തെ പരിചയമുണ്ടല്ലോ, നമുക്ക് സിനിമയ്ക്ക് മുന്നേ പരിചയമുണ്ട്. പക്ഷെ ഞാൻ ആദ്യമായിട്ട് അഭിനയിക്കുന്നത് ഈ പടത്തിലാണ്. പിന്നീട് അത് കഴിഞ്ഞ് ഒരുപാട് പടങ്ങൾ 2-3 പടങ്ങൾ പുള്ളിയായിട്ട് അഭിനയിച്ചു. നമ്മുടെ എന്താ പറയുക, അടിപൊളിയല്ല വെച്ചാൽ.